الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أفضل المخلوقين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, ഉസ്താദുമാരെ, അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു ഖൈറായ അവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ അല്ലാഹു ആക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. സിയാസ ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി എന്തുകൊണ്ടും ഇവിടെ കഴിഞ്ഞ കൊല്ലം ഇതുപോലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അതുകൊണ്ട് വലിയ വിജയം വിദ്യാർത്ഥികൾക്കും സ്ഥാപനത്തിനും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വിദ്യാർത്ഥികളുടെ പാഠ്യവും പാഠ്യേതരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പല പുരോഗമന കാര്യങ്ങളും ആ സംഘടനയ്ക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ വർഷം നമ്മുടെ വിദ്യാർത്ഥികൾ അതേ പ്രകാരം മുന്നിട്ടിറങ്ങി അവർ പ്രവർത്തിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ സ്ഥിതിക്ക് ഇതൊരു വിജയത്തിലുള്ള അവതാരം എത്തിക്കുമാറാവട്ടെ എന്നാണ് നാം ദുആ ചെയ്യുന്നത്. കാരണം ഇവർക്ക് പഠിക്കുന്ന വിഷയം കൂടാതെ കണ്ട് അതിന് പുറത്തും പല കാര്യങ്ങളും പുരോഗതിക്ക് ആവശ്യമായ ദീനീ പുരോഗതിക്ക് ആവശ്യമായ അവരുടെ പുരോഗതിക്ക് ആവശ്യമായ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനുണ്ട്. ആ ചെയ്യാനുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ സിയാസക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എല്ലാ നിരക്കുള്ള ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ ഈ സംഗമത്തിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി സ്റ്റുഡൻസ് അസോസിയേഷൻ സിയാസയുടെ 2021-22 വർഷത്തെ യൂണിയൻ ഇനാഗുറേഷൻ പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ സിയാസയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതലായൊന്നും സംസാരിക്കേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഭാവി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഭാവിയിലെ വിജയങ്ങളെ ഉന്നം വെച്ചുകൊണ്ടാണ് സിയാസ ഓരോ പ്രവർത്തനങ്ങൾക്കും മുതിരുന്നത്. അതിന് പ്രിയമുള്ള വിദ്യാർത്ഥികളുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ തന്നെ നമ്മുടെ സിവിൽ സർവീസ് കോച്ചിങ്ങിൻ്റെ ഇനാഗുറേഷൻ ഉൾപ്പെടുത്തിയത് നമ്മുടെ ഭാവി പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രിയമുള്ള വിദ്യാർത്ഥികൾ എന്നും കൂടെയുണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ പൂർണ്ണമായ പിന്തുണ ഇതിനാവശ്യപ്പെടുക കൂടി ചെയ്യുകയാണ് ഈ അവസരത്തിൽ. കൂടുതലൊന്നും സംസാരിക്കാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സംഗമത്തിൽ പ്രാർത്ഥന കൊണ്ട് തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട KT ഹംസ ഉസ്താദ്, നമ്മുടെ യൂണിയൻ്റെ ഇനാഗുറേഷൻ നടത്തുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസലി ശിഹാബ് തങ്ങൾ, ഈ സംഗമത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈസി PERAL ഉസ്താദ്, അതുപോലെ ഈ സംഗമത്തിൽ മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട പ്രൊഫസർ അബ്ദുൽ ഖാദിർ AL-YAMANI, ഈ സംഗമത്തിൽ നമ്മോട് സംവദിക്കുന്ന ഡോക്ടർ റഫീഖ് സാർ, നമ്മുടെ സിവിൽ സർവീസ് കോച്ചിങ് ഇനാഗുറേഷൻ നടത്തുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ SARIN സാർ അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കൾ ഏവരെയും ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ കൂടിയായ അഭിവന്യരായ സയ്യിദ് അബ്ബാസലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള സാദാത്തുക്കളെ, ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അള്ളാഹു നമ്മുടെ ഈ സംരംഭം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ സിയാസയുടെ ഈ വർഷത്തെ ഔപചാരികമായ ഉദ്ഘാടന വേദിയിലാണ് നമ്മളുള്ളത്. 20ാം വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ച അക്കാദമിയുടെ വിദ്യാർത്ഥി യൂണിയന്റെ ഈ വർഷത്തെ ഉദ്ഘാടകനായി അഭിവന്യരായ തങ്ങളെ നമുക്ക് ലഭ്യമായി എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിദ്യാർത്ഥികളാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഒരുപാട് കെട്ടിടങ്ങളോ ഭൗതിക സൗകര്യങ്ങളോ അതിലുപരി മറ്റേതെങ്കിലും കാണാൻ കഴിയുന്ന വസ്തുക്കളോ കാണിച്ചുകൊണ്ടല്ല ഒരു സ്ഥാപനത്തെ അളക്കാറുള്ളത്. ആ സ്ഥാപനത്തിലെ പഠിക്കുന്നവരും പഠനം പൂർത്തിയാക്കിയവരുമായ വിദ്യാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു സ്ഥാപനത്തിന്റെ വലിപ്പവും മഹത്വവും പ്രസിദ്ധിയും പ്രശസ്തിയുമൊക്കെ മറ്റുള്ളവർ അറിയുന്നത്. ആ ഒരർത്ഥത്തിൽ നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ സർവതോന്മുഖമായ പുരോഗതിയിലും വളർച്ചയിലും പങ്കുവഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് വിദ്യാർത്ഥി യൂണിയൻ സിയാസ. ഏതൊരു സ്ഥാപനത്തിലും പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പാഠ്യവിഷയങ്ങളെക്കാൾ ഉപരി അവരെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നത് പാഠ്യേതര വിഷയങ്ങളാണ്. പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ ഉപരി ഒരുപാട് അറിവുകൾ നേടാനുള്ള അവസരങ്ങളാണ് പാഠ്യേതര പ്രവർത്തനങ്ങൾ. ഒരുപാട് പ്രതിഭകളെ വളർത്തിയെടുക്കാൻ ഇത്തരം യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ സാധ്യമായിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനത്തിലെയും കഴിഞ്ഞ 19 വർഷത്തെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരുപാട് പ്രതിഭകളെ സമൂഹത്തിന് സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിച്ചതും അവരെ വളർത്തിക്കൊണ്ടുവന്നതും അതിൽ വലിയൊരു പങ്ക് വഹിച്ചത് നമ്മുടെ വിദ്യാർത്ഥി യൂണിയനാണ്. പ്രതിസന്ധികളേറെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ പരിമിതികൾക്കിടയിലും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ യൂണിയൻ ഭാരവാഹികൾക്ക് സാധിച്ചിട്ടുണ്ട്. പ്രതിസന്ധികളെ താൻ എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുക എന്ന് വിലയിരുത്തി അതിജീവിക്കലാണ് പുതുതലമുറയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വ നിർവഹണത്തിൽ അവർക്ക് കരുത്ത് പകരുന്നതാണ് ഇത്തരം യൂണിയൻ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷത്തെ യൂണിയൻ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് പ്രതിസന്ധികൾക്കിടയിൽ അതിനെ മറികടക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് വിദ്യാർത്ഥികൾക്ക് കരുത്ത് പകരുന്ന വിധം, പ്രചോദനമാവുന്ന വിധമുള്ള ഒരു വലിയ സംരംഭമാണ് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമായി നമ്മോട് സംവദിക്കാനുണ്ട്. വിലയേറിയ ഒരുപാട് അറിവുകൾ നമുക്ക് അവരിൽ നിന്ന് ലഭിക്കാനുമുണ്ട്. അതൊക്കെയും മുഖവിലക്കെടുത്തുകൊണ്ട് കൂടുതൽ കർമ്മോത്സുകരായി ഈ വർഷത്തെ യൂണിയൻ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുള്ള ഒരു തുടക്കം മാത്രമാണ് ഇന്നിവിടെ കുറിക്കപ്പെടുന്നത്. മറ്റുള്ള ആളുകളുടെ വിലയേറിയ സമയങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി അധ്യക്ഷ പ്രസംഗം എന്ന ഔപചാരികത നീട്ടിപ്പറയാതെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ ഉസ്താദുമാരെ, അഭിവന്ദരായ ഉമറാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, വയനാട് വെങ്ങപ്പള്ളി ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയിലെ വാഫി കോളേജിലെ വിദ്യാർത്ഥികളുടെ യൂണിയൻ, ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി സ്റ്റുഡൻസ് അസോസിയേഷൻ സിയാസയുടെ ഈ പുതിയ അധ്യയന വർഷത്തിലെ പ്രവർത്തനോദ്ഘാടന സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഓരോ വിദ്യാർത്ഥി യൂണിയനും അതാത് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ പാഠ്യവിഷയങ്ങളിൽ അവരെ പ്രാപ്തരാക്കുന്നതോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലും കലാസാഹിത്യ മേഖലയിൽ, പ്രഭാഷണത്തിൻ്റെയും എഴുത്തിൻ്റെയും ഒക്കെ മേഖലയിൽ അവരുടെ സർഗവാസനകളെ ഉണർത്തുവാനും അങ്ങനെ അവരെ പ്രതിഭാശാലികളാക്കിക്കൊണ്ട് സമൂഹത്തിന് നേതൃത്വം നൽകുവാൻ ഉതകുന്ന പ്രഗത്ഭമതികളായ യുവ പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, കാലങ്ങളായി ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ, അവിടെ നിന്നും പഠിച്ച് പുറത്തു വരുന്ന യുവ പണ്ഡിതർ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനവും നേതൃത്വവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. വാഫി കോഴ്സ് നമുക്കറിയാം, മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിൽ പുതിയൊരു വിപ്ലവം സൃഷ്ടിച്ച ഒരു സംരംഭമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് വാഫി സ്ഥാപനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പെൺകുട്ടികൾക്കും വഫിയ സ്ഥാപനങ്ങളും ഇന്ന് തുടക്കം കുറിച്ചു. എന്നാൽ വിദ്യാർത്ഥികളുടെ ആധിക്യം കാരണം സ്ഥാപനങ്ങൾ എണ്ണം പരിമിതമാണ്. ഉന്നതമായി വിജയിപ്പിക്കുകയും അവരെ തുടർ വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലുമൊക്കെ തന്നെ നമ്മുടെ വാഫി വിദ്യാർത്ഥികൾ വളരെ മികച്ച ഒരു സ്ഥാനമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സിയാസ തീർച്ചയായിട്ടും അവരിൽ സംഘാടന പാഠവും സമൂഹത്തിന് നേതൃത്വം നൽകുവാനുള്ള ആ ഒരു പ്രചോദനവും ഇതുവഴി സാധ്യമാക്കും. അല്ലാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. സിയാസയുടെ നമ്മുടെ പുതിയ ഭാരവാഹികൾക്ക് എല്ലാം ഉന്നതമായ രീതിയിൽ വിജയിപ്പിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന തിരുവാക്യം കൊണ്ട് ഇത് ഉദ്ഘാടനം നിർവഹിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. بسم الله الرحمن الرحيم. وأصلي وأسلم على خير المرسلين محمد بن عبد الله الصادق الأمين، ثم أما بعد، فقد طلبني أخي وصديقي عبد الله نعمان وقال بأن هناك مجموعة من الجمعيات أو المنظمات التي تحرص على تعليم اللغة العربية، وطلب مني أن أتكلم في هذا الفيديو. أولا أقدر جدا ما طلبه مني، لأنني أحسست بأنني غريب عن العربية مع أنني عربي، وهو من بدأ يهتم هو نموذج واحد من عدة نماذج كثيرة هي في الهند. أسأل الله لهم التوفيق في دراستهم وفي عملهم، لأنهم يحملون عن كاهلنا نحن العرب أشياء كثيرة تجاه لغتنا العربية. اللغة العربية التي يعلم الجميع بأنها لغة القرآن الكريم ولغة الدين الإسلامي برمته. فإذا ما أردت أن تفهم التشريعات
والقوانين والأحكام الإسلامية، فلا بد أن تكون متعلما وفاهما لمكامن اللغة العربية. إذن فالواجب الأول تجاه لغتنا العربية في دراستها وتقصي مفرداتها وتقصي معانيها ومعرفة تفاصيلها ودقة تعابيرها يكون واجبا دينيا. هذا الواجب الديني يقع على كل إنسان يقول لا إله إلا الله محمد رسول الله. وأنا من هنا أريد أن أتحدث عن هذا الواجب تجاه اللغة العربية من قبل طلابها من أبناء الهند الذين أكن لهم كل احترام وكل تقدير، فهم مرتبطون بالعربية بشكل كبير ومرتبطون بالدين بشكل عظيم. وأنا أسكن الآن في منطقة يقال لها أريمبرا تابعة لكاليكوت، وأثمن وأقدر عاليا أنني أذهب لصلاة الجمعة وأرى الخطيب يخطب الجمعة باللغة العربية وهو يحدث العامة. هذا مما يثلج الصدر، لأن بتلقينها وممارستها وإلقاء الخطب بها ستثبت وتغرس في نفوس النشء وفي نفوس الكبار أيضا، وهذا ما نريده وما نهتم به. أما طلبة اللغة العربية الذين هم أهل تخصص فلهم مني كل التقدير، ولا بد أن يفخروا بهذا الأمر، لأن إتقان اللغة العربية ليس كإتقان أي لغة سهلة، هي لغة صعبة لدقة مفرداتها ودقة معانيها ومكامنها وأشياء أكثر من أي لغة ربما تجد فيها صعوبة أكثر. لكن إن أتقنتها أصبحت أولا قمت بواجبك الديني، ثانيا ستفهم معاني وأشياء لا يفهمها غيرك في مكامن الدين الإسلامي وفي مكامن تاريخه وفي آدابه وعلومه. ولذا نحرص على دراسة أو لا بد أن نحرص على دراسة الأدب، لأن الأدب سيحمل لك تاريخ هذه الأمة وتاريخ الإسلام برمته، وستفهم أبعاد ومنظورات لم تكن تفهمها إلا بشكل سطحي. ما يهمني أن أتكلم به وأريد الكلام به هو عدم الاستقلال بأنفسنا كطلاب للغة العربية من غير العرب. غير العرب هم من نهضوا باللغة العربية بعد أن كان العرب يتكلمون اللغة العربية بالسليقة. انتشر الإسلام في بقاع الأرض وبدأ اللحن يدخل، وبسبب الحس الذي وجد عند علماء تلك الفترة من غير العرب والعرب أيضا، لا نقلل من العرب أيضا، لكن هناك علماء أبرز العلماء في اللغة والقواعد والنحو كانوا غير عرب. فلدينا مثلا ابن جني لم يكن عربيا، سيبويه بكتابه الذي لا يوجد له نظير أبدا هذا الكتاب، لأنه شمل كل قواعد اللغة العربية، وما جاء بعده من شروح كانت عبارة عن شروح لهذا الكتاب، وقد كتبه بشكل دقيق لا يفهمه أي شخص. لماذا؟ لأنه تمكن من اللغة مع أنه ليس عربي. بعد هذا كله يجب أن نتمثل هذه الحالة، ويجب أن نفهم أن علينا واجبا تجاه هذه اللغة، ويجب الإلمام بتفاصيلها من خلال دراسة آدابها وفنونها، لأنك ستفهم كيف يفكر هذا العربي وكيف صاغ التاريخ،
كيف صاغ التاريخ وكيف انتقل إلينا وكيف درسنا وسندرس تفاصيل كثيرة جدا ستهم المجتمع المسلم من الشعب الهندي. وكما أن لهذه اللغة فوائد أيضا اقتصادية، فأنت تستطيع أن تزور بها 22 دولة أو 23 دولة. 23 هي تشاد الآن، صحيح أنها لا تتبع المنظمة العربية، لكن اللغة الرسمية فيها هي العربية. ونحن نتكلم عن عدة دول تتكلم بلغة واحدة. هذا من الجانب الاقتصادي، يتيح لك أن تقدم في هذه الدول لتحظى أو لتزور أو لتحظى بفرصة عمل هناك. إذن فهي لنا، فدراسة اللغة العربية لكم، أنا أقول لنا لأنني أصبحت هنديا خلاص لأني أحببت هذه المنطقة صراحة، وأحببت أهلها، أحببت ماليبار كلها ما شاء الله. زرت جامعة معدن وانذهلت على الأشياء المعدة في ذاك المكان، وزرت مساجد وعدة أماكن. أنا لا أحس أنني غريب، أحس أنني في الوطن العربي، فالكل يتكلم العربية، فأصبحت لغة هذا المجتمع. إذن يجب علينا فقط أن نتقن هذه اللغة ونبرز أجمل ما فيها ومكامنها، ونفهم مكامنها ودقة تعابيرها، وذلك بدراسة أولا القواعد. أنتم درستم القواعد أكيد، ودرستم النصوص ونماذج مهمة. هذه النصوص لا تستقل بها لأنها تعزز ثروتك من المفردات اللغوية. وأخيرا أشكر أخي عبد الله نعمان، وأشكركم جميعا، وأعتذر إن أطلت أو لم أرتب الأفكار، فأنا كنت لازلت خرجت من المستشفى قبل يوم والحمد لله، لكن أحببت أن أشارك. لماذا؟ لأنني أحسست أن هؤلاء الناس الرائعون يهتمون بلغتنا، باللغة العربية. صحيح أنها من باب القومية، لكن ليست من باب القومية بل من باب الدين. فكان لزاما علي أن أحضر معكم بهذا الفيديو القصير. أشكركم شكرا جزيلا، وحفظكم الله ورعاكم أينما كنتم. Assalamu alaikum warahmatullahi wabarakatuh. Alhamdulillah, assalatu wassalamu ala man ursila rahmatan lil alamin wa ala alihi wa sahbihi ajma'in, amma ba'd. I deem it a great honor and privilege to get an opportunity to interact with the students of SHAMSUL Islamic Academy Vengappally as part of your union inauguration. I convey my heartfelt gratitude to the union president who was in touch with me a couple of weeks back by inviting me to give a speech on the topic related to higher educational opportunities and challenges. And he also requested me to take the viewers through the journey that I have taken so far in my educational pursuits. So first of all, I'll be giving a short introduction about myself. Then I'll be dealing with the topic which I have few points to share with you. Before going to the topic, I'm sure you must be having a question. Why do I speak in English? Why not in Malayalam? There is a particular reason. I've chosen English as the medium of instruction today because there is a reason behind this. Because I'm interacting with the students of SHAMSUL Islamic Academy. You are already proven to be the champions. You have got an opportunity to study in this prestigious institute by going through a different rigorous process. Each year, there are thousands of students who provide their applications to the CIC main campus with the hope that they get into the institution and they want to complete the WAFI course. In the process, majority of the students get rejected because they have failed to get the admission, and only few percentage of the students get the opportunity to study in the campus like this. So you are one among those blessed students. You have already proved your capacity.
You have already proved that you are talented enough to get the admission in the prestigious institutions. And as a result, I can guarantee that the area of your operations and the area of your service, once you complete your WAFI course, is not just in the Kerala. Your service and operations have to be extended beyond Kerala to different states of our country. It should be even extended beyond the country to the different countries of the world. You should be flying to different countries by spreading the messages, by showing the world that you are capable enough to bring positive changes and transformations in the society. But for that, English language is a must. This is considered to be the global language. If you're strong enough in your English, you are free to travel anywhere. You can easily communicate with people. You can easily convince the audience. You can easily share your thoughts and ideas with the world at large. We are living in a world which is highly integrated. Globalization is gaining momentum each day passes. And the globalization aspires for a country of a world where there is no borders. So the basic principle is like a borderless country, a borderless world, where you're free to travel, you're free to fly, you're free to spread your messages in whichever parts of the world that you're traveling to. But for this, as I mentioned in the beginning, having a mastery of English language will be a great help for you in the process. So, develop an interest and enthusiasm to improve your language. And if I can be of help in the process, I'll be very happy to help you in those aspects. I don't have any issues. All right. So that's the main reason which I chose English to speak to you, to interact with you. All right. So myself, Rafeek, I'm from a place called Pandipayal, which is in Padinyaruthra Panchayat of Wayanad district. I completed my graduation in economics from Farouk College. After that, I went to Pondicherry Central University to complete my master's in applied economics. Then in my third semester, I got UGC NET and JRF. Then with this, I got an opportunity to complete, to pursue research in the Hyderabad Central University. Then almost 1.5 years, I was in the Hyderabad Central University conducting my research there. It was at that time I got an opportunity to work as an assistant professor in the Department of Economics of the New College, Chennai. So I spent 2 years by teaching my UG and PG students in the campus. And at that time, I got an opportunity again to go abroad to work in a campus of Coventry University, UK. The name of the college is Middle East College, which is in Muscat. So close to 4 to 5 years, I worked in Muscat. It was a very good position. I was also working as the assistant head of the Department of Management Studies. I was working in the Student Success Center. I was working in the Quality Assurance Department. I was having a lot more opportunities and challenging positions and job roles in the college. I was happily settled there. But there was something inside of me which I was not happy. That I was feeling that, I should not stop my studies. So this enthusiasm was always there inside me, asking me, Rafeek, you should go and pursue PhD. You should go on pursuing different levels of education. Then after 4 or 5 years, I stopped there. I resigned my job and I came back to India and I registered for PhD in Madras University. Then I completed, for the last 2-3 years, I was completely on to my PhD. Then I recently, couple of weeks back, I successfully defended my PhD thesis on economics of education. And now, alhamdulillah, I have my PhD degree, my doctorate degree. Still, believe me, the vigor for me to learn further, to develop further, hasn't stopped. There is postdoctoral fellowship coming in the foreign universities. They'll be giving fellowships for the postdoctoral fellowships. I'll be exploring those ways again in my life. So the reason for sharing this is not to say that I've done so many things in my life. No, I didn't do anything much in my life. I've done only few things. But the reason is that as a student, this is a golden age for you. You don't have any worries. You know that? There are thousands, no, hundreds and hundreds and hundreds of Indians in different states like Bihar, Odisha, Rajasthan, and even in Kerala, who don't have an opportunity to learn.
They don't have capacity to go to the schools and colleges because they are having extreme impoverishment, poverty. If they go to school, there'll be no one to gain bread for their family. So their parents are sending them to factories and paddy fields so that the family members can have at least one meal a day. So you don't have these kind of challenges in your life. Your parents are freely sending you to the colleges. Your teachers are there always to support you in whichever way they can. But there is one thing. You should be serious in your studies. You should be, how many of you are so passionate in your learning process? How many of you are so enthusiastic in your learning process? How many books have you read last 1 year? If I ask you a question, which is the book that you're reading currently, how many of you will be giving me an answer? If I ask you to give a short presentation about the book that you have read last month, how many of you will be able to give me? If the answer for these questions that I've raised is no from your part, my dear friends, this is the high time you rethink. This is the high time you wake up. You move out of your comfort zones, you move out of your mobile phone's confinement and grab a book, start reading. Last year, we had a function with Dr. Shashi Tharoor in our campus, and the only advice he has given me is, he has given to us and the student community is that don't stop reading. He was telling that I have achieved so many things in my life, and if I have achieved all those things, that's only because of my capacity to read. It was only because of my dream to read and read. So that's the advice that I also have to give you. Read as many books as you can. That will create wonders in unimaginable way. You will not realize how reading is going to shape your personality, how it is going to shape your character, how it is going to change your destiny, how it is going to help you achieve greater heights in your life. So as the students, you have to utilize your time for reading. You have to utilize your time for writing. You have to start doing some small researches on the topics of your interest. Only then you will be able to mark your presence in this world. You are students. You will be so many things to study. You will have the pressure of the exams. Compared to other normal college students, you will be having your own Islamic studies will be there. Your the college related, school related books will also be there. I understand. But no one has become great without putting huge amount of efforts. All right. So one is try to improve your language. If possible, try to learn a new language other than English. Maybe go for Spanish or French or Arabic, any language, any foreign language other than English. That will be helpful for you to conquer the world. Read as many books as you can. And when you learn, realize how to study. For example, there is a concept called outcome-based education. And if you sit for studying, if you sit with a book to study something, that particular chapter will be having certain objectives. So before sitting, have an idea or write down what is the objective of this book, what I'm going to read or what I'm going to learn from this particular chapter. So list down those objectives. Or if you are not able to get those objectives, ask your teachers, what are the objectives of this lesson? Write down those objectives and read and check yourself, have you got all these objectives? So this is a crux of what is outcome-based education. This is not only for the educators, but the students can also use the outcome-based education in their process of learning. This will be, for example, learning to learn is altogether a different skill. Maybe we can have this, an interaction on this topic somewhere in the future. So I had told in the beginning, this won't be a lengthy video. So this is already 11 minutes past. So I hope I was able to at least wake you up to realize that
having mastery over English language or any other language is very important. Having a super presentation capacity is very important to travel to different parts of the world by chasing your dreams. And reading is very important. There is no excuse for this. If there is something which we can achieve, and if there is any shortcut for achieving something, that shortcut is only reading. And thirdly, when you study, understand, studying is not just reading the concepts. Studying is to, there is a technique of studying and there is a technique of learning. So follow the outcome-based education or outcome-based learning. Before you go through any chapter or any concept or any topic, understand what are the major objectives or major concepts of this chapter, list them down, and you check yourself whether you have got all these objectives. With this, I conclude this speech. Wa akhiru da'wana alhamdulillahi rabbil alamin. Assalamu alaikum wa rahmatullahi wa barakatuh. Thank you. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സാരൻ, ഒരു മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം കോളേജ് SUIA വയനാടിൻ്റെ ആഭിമുഖ്യത്തിൽ അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സിയാസ എന്ന് പറയുന്ന നിങ്ങളുടെ താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അതിൽ പ്രത്യേകമായി തന്നെ സിവിൽ സർവീസിന് വേണ്ടി നിങ്ങൾക്ക് കോച്ചിങ് തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ മുഴുനീള പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്ഥാപനം ഒരുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിങ്ങളുടെ കോച്ചിങ് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന അതിൻ്റെ ഉദ്ഘാടനം എന്നുള്ളതാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളോട് സിവിൽ സർവീസ് എന്താണെന്നും എങ്ങനെ ഒരുങ്ങണമെന്നും എന്തിനാണ് നമ്മൾ സിവിൽ സർവീസിന് ഒരുങ്ങേണ്ടത് എന്നുമൊക്കെ ഒരു ചെറിയ സൂചനകൾ തരിക എന്നുള്ളതാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ പ്രദർശിപ്പിക്കുന്ന ഈ വീഡിയോയുടെ ഭാഗമായി എന്നിൽ അർപ്പിച്ച ദൗത്യം. ആദ്യമേ നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ മാനേജ്മെൻറ്റിനും നിങ്ങളുടെ കോളേജിനും ഇതിനിറങ്ങി പുറപ്പെടുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും എല്ലാ അഭിവാദ്യങ്ങളും നേരുകയാണ്. സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഡിഗ്രി കൈവശമുള്ള ഒരാൾക്ക് അഭിലഷിക്കാവുന്ന, ആഗ്രഹിക്കാവുന്ന, എത്തിപ്പിടിക്കാവുന്ന ഒരു ലക്ഷ്യം തന്നെയാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞ ഉടനെ നടക്കുന്ന മത്സര പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഡിഗ്രി എടുത്ത ശേഷം ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനും ഒരുപക്ഷെ ജോലിക്കും ഒക്കെ ശേഷവും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരുടെ എണ്ണം വളരെ അധികമാണ്. സാധാരണ ഒരു PSC പരീക്ഷയിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷയെ വ്യത്യസ്തമാക്കുന്നത് അതിന് നമ്മൾ കാണിക്കേണ്ട കുറച്ചുകൂടി കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള അർപ്പണ മനോഭാവത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ മാത്രമാണ്. മറ്റേതൊരു PSC പരീക്ഷയും പോലെ, സർക്കാരിൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ പോലെ തന്നെ, കേരള സർക്കാരിൻ്റെ കേരള PSC പോലെ, UPSC എന്ന് പറയുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടിയുള്ള പരീക്ഷ മാത്രമാണ് സിവിൽ സർവീസ് പരീക്ഷ. 24 തസ്തികകളിലേക്ക്, 24 വ്യത്യസ്ത സർവീസുകളിലേക്ക്, തസ്തികകളല്ല 24 വ്യത്യസ്ത സർവീസുകളിലേക്ക് അതാത് വർഷം വരുന്ന വേക്കൻസികളെ നികത്തുന്നതിന് വേണ്ടി ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഏറ്റവും കടുത്ത മത്സര പരീക്ഷയായി ഇത് മാറുന്നത്, ഇതിനുവേണ്ടി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു പക്ഷേ മത്സരബുദ്ധിയുടെ, നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന പോരാട്ട മികവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. കാരണം ഏറ്റവും മികച്ചവർ തമ്മിൽ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന മത്സരത്തിനെയാണ് കടുത്ത മത്സരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പിന്തുടർന്ന് ഇതിൻ്റെ പുറകിൽ തന്നെ നടന്ന് ഒരു വർഷം അഥവാ കിട്ടിയില്ലെങ്കിൽ തന്നെ വീണ്ടും വീണ്ടും എഴുതിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും കാണിക്കുന്ന ആ സ്ഥിര ഉത്സാഹം തന്നെയാണ് ഈ പരീക്ഷയെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കരിയർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ കുട്ടികളുടെ മുന്നിലേക്ക് എത്തുന്നതിനുള്ള ഒരു കാരണം. നമുക്ക് നേടാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് സാധാരണഗതിയിൽ ആളുകളുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ സംശയം. ഒരുപാട് നല്ല മാർക്കുണ്ടായിരുന്നവർ പോലും, അതായത് സർക്കാർ പ്രൊഫഷണൽ കോളേജുകളോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോളേജുകളിലോ ഒക്കെ ഉയർന്ന പഠനങ്ങളിൽ ഏർപ്പെട്ടവർ പോലും പരീക്ഷ എഴുതുന്ന സമയത്ത് സിവിൽ സർവീസ് പരീക്ഷ എന്ന കടമ്പ കടക്കാതെ പോയിട്ടുണ്ട്. അത് BTechഉം LLBയും MBBSഉം ഒക്കെ കഴിഞ്ഞവരും ഈ പരീക്ഷ എഴുതാൻ ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും ലക്ഷ്യസ്ഥാനത്ത് എത്താതെ പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കും അതൊരു കാരണമാകുമെന്ന് വിശ്വസിക്കാതിരിക്കലാണ് ആദ്യം വേണ്ടത്. ആവറേജ് അക്കാഡമിക് ബ്രില്യൻസോടുകൂടി, എന്നാൽ എബവ് ആവറേജ് വാശിയോടുകൂടി ഈ സിലബസ് എന്താണെന്നും ഈ പരീക്ഷ എന്താണെന്നും മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ മുതൽ നമ്മൾ ഈ പരീക്ഷാ വിജയത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 3 ഘട്ടമായി നടക്കുന്ന പരീക്ഷയാണ്. ഏതൊരു മത്സര പരീക്ഷയ്ക്കും തുടക്കത്തിൽ ഒരുപാട് പേർ എഴുതാനുണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും മികച്ചവരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ അതൊരു
മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ MCQ ആയും മത്സര പരീക്ഷകളുടെ കാഠിന്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിന് മത്സരിക്കുന്നവരുടെ നിലവാരത്തിനനുസരിച്ച് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഏറ്റവും വാശിയോടുകൂടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പരീക്ഷയിൽ നിന്ന് വിജയിച്ചു വരുന്നവരുടെ എണ്ണം വളരെ കുറവാകുമ്പോഴൊക്കെ നമുക്ക് തോന്നും ഈ മെനക്കെടലിന് നമ്മൾ ഇറങ്ങി പുറപ്പെടണമെന്ന്. അവിടെയാണ് ആ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. ഒരുപക്ഷെ 7 ലക്ഷത്തിലേറെ പേര് എഴുതുന്ന പരീക്ഷയിൽ നിന്ന് 1000-ൽ താഴെ മാത്രം വിദ്യാർത്ഥികളാണ് അവസാനം ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ വരുന്ന ആ ഒരു വലിയ വ്യത്യാസം, എത്രയോ പേർ എഴുതുന്നു, അതിൽ വളരെ തുച്ഛം പേർക്ക് മാത്രം കിട്ടുന്നു എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ ഒരുപാട് പേർ മടിക്കുന്നുണ്ട്. ഒറ്റ റാങ്ക് ലിസ്റ്റ്, ഒറ്റ വർഷത്തേക്ക് മാത്രമാണ് അടുത്ത വർഷത്തേക്ക് പുതിയ പരീക്ഷ, പുതിയ റാങ്ക് ലിസ്റ്റ്, അല്ലാതെ PSC പരീക്ഷയിൽ കാണുന്ന പോലെ കുറച്ച് കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റ് അല്ല. അങ്ങനെ വർഷാവർഷം നടക്കുന്ന 3 ഘട്ടമായിട്ടുള്ള പരീക്ഷയാണിത് എന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. തുടക്കത്തിൽ എല്ലാവർക്കും എഴുതാവുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലുള്ള പ്രിലിമിനറി പരീക്ഷയിൽ ഒരുപക്ഷെ അതൊരു എലിമിനേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ ആരെയൊക്കെയാണ് പുറത്താക്കേണ്ടത് എന്നുള്ളതാണ്, ആരെയൊക്കെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനേക്കാൾ ആരെയൊക്കെയാണ് പുറത്താക്കേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച 7 ലക്ഷത്തിലേറെ പേര് എഴുതുന്ന പ്രിലിമിനറി പരീക്ഷയിൽ നിന്ന് ഒരു വർഷത്തെ വേക്കൻസി ഒരു 1000 എണ്ണമാണ് എന്ന് കരുതുക. 24 സർവീസുകളിലുമായി 1000 വേക്കൻസി ഉള്ള ആ വർഷം ആ നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ടാവും എത്ര വേക്കൻസിയിലേക്കാണ് ഇത്തവണ അപേക്ഷ ക്ഷണിക്കുന്നത് എന്നുള്ളത്. സാധാരണഗതിയിൽ ഫെബ്രുവരി മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷ മെയ് മാസത്തിലോ ജൂൺ മാസത്തിലോ ആയിരിക്കും പ്രിലിമിനറി ഘട്ടം നടക്കുക. ആ പ്രിലിമിനറി ഘട്ടത്തിൽ നമുക്ക് ഇത്രയും അധികം പേര് എഴുതുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു 15,000-ഓളം പേരെ മാത്രമാണ് എലിമിനേറ്റ് ചെയ്യാതെ അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അത് ഇന്ന കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു സ്കോറിൽ, അതായത് നിങ്ങൾക്ക് 60% മുകളിൽ കിട്ടിയാൽ നിങ്ങൾ മെയിൻസ് പരീക്ഷ അടുത്ത ഘട്ടമായ 2ാം ഘട്ടത്തിലേക്ക് എത്തുമെന്നുള്ളതിൻ്റെ യാതൊരു നിർബന്ധവുമില്ല. കാരണം 15,000-ഓളം കുട്ടികളെയാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ആ കുട്ടികൾക്കുള്ള മാർക്ക് എത്ര എന്നുള്ളത് മാത്രമാണ് മാനദണ്ഡം. സ്വാഭാവികമായും ഏറ്റവും മികച്ച ആളുകളെ കാറ്റഗറി അനുസരിച്ച് ജനറൽ മെറിറ്റ്, OBC, SC, ST എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ഡിഫറെൻറ്റ് എബിലിറ്റീസ്, നമുക്കറിയാം ഭിന്നശേഷിക്കാരായിട്ടുള്ളവരും, അതുപോലെ ഒരു പക്ഷേ പട്ടാളത്തിൽ നിന്ന് വിരമിച്ചവരുടേതായിട്ടുള്ള അത്തരം റിസർവേഷനുകളൊക്കെ അതിന് ബാധകമാണ്. ആ രീതിയിൽ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എലിമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയവരുടെ 15,000 പേരുടെ എഴുത്ത് പരീക്ഷയാണ് മെയിൻസ് പരീക്ഷ. അത് ഓഗസ്റ്റ് മാസത്ത് റിസൾട്ട് വരും. നിങ്ങൾ എഴുതുന്ന പരീക്ഷയുടെ റിസൾട്ട് ഓഗസ്റ്റ് മാസത്തിൽ വരും. മെയ് ജൂണിൽ നടക്കുന്ന പ്രിലിമിനറി പരീക്ഷയുടെ റിസൾട്ട് ഓഗസ്റ്റ് മാസം വരുന്നു. ഒക്ടോബർ മാസത്തിൽ, സെപ്റ്റംബർ അവസാന വാരത്തിലോ ഒക്ടോബർ മാസത്തിലോ നടക്കുന്ന ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള വിശദമായി എഴുതി പിടിപ്പിക്കേണ്ട പരീക്ഷയാണ് മെയിൻസ്. 9 പേപ്പറുകൾ 3 മണിക്കൂർ വീതം. അപ്പോൾ 27 മണിക്കൂറുകൾ നിങ്ങൾ എഴുതണം എന്നുള്ളതും 1750 മാർക്കിന് എഴുതണമെന്നുമുള്ളതൊക്കെയാണ് ഈ പരീക്ഷയുടെ ഒരു പ്രത്യേകത. ഒരു പക്ഷേ 7 പേപ്പറുകൾ നിങ്ങളുടെ മാർക്ക് കണക്കിലെടുക്കുന്നതും 2 പേപ്പറുകൾ ക്വാളിഫയിങ് സ്വഭാവത്തിൽ മാത്രമുള്ളതുമാണ് ഈ പരീക്ഷയുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ 1750 മാർക്കിന് മാത്രം കണക്കിലെടുക്കേണ്ട 7 പേപ്പറുകൾ 250 മാർക്കിൻ്റെ വീതമാണ്. അതിൽ തന്നെ ഒരു essay പേപ്പറുണ്ട്, 4 ജനറൽ സ്റ്റഡീസ് പേപ്പർ, പിന്നെ നിങ്ങൾ ഐച്ഛിക വിഷയമായി എടുത്ത് പഠിക്കേണ്ട ഒരു പേപ്പറുണ്ട്. 2 ക്വാളിഫയിങ് പേപ്പറുകളിൽ ഒന്ന് ഇംഗ്ലീഷ് നിർബന്ധമായും നമ്മളെല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട സാധാരണ 10ാം ക്ലാസ്സിൻ്റെ നിലവാരത്തിലുള്ള ഇംഗ്ലീഷിൻ്റെ പ്രയോഗത്തിൻ്റെ ഒരു പേപ്പറും, പിന്നെ അവനവൻ്റെ റീജിയണൽ ലാംഗ്വേജ് എന്നുള്ള അർത്ഥത്തിൽ അവനവൻ്റെ പ്രാദേശിക ഭാഷ, നമ്മൾ മലയാളം എടുക്കാം, ഇനി CBSE സ്കൂളിലോ അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ തമിഴ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന കേരളത്തിലെ തന്നെ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ ഭരണഘടനയിൽ പറയുന്ന ഭരണഘടനയുടെ എന്താ പറയുക സാധൂകരണമുള്ള ഭാഷകളുണ്ടല്ലോ, 22 ഭാഷകളുണ്ട്. ആ ഭാഷകളിൽ ഏതെങ്കിലും ഒന്നാണ് ഈ പ്രാദേശിക ഭാഷ എന്ന അർത്ഥത്തിൽ എടുക്കേണ്ടത്. ആ പേപ്പറുകൾ 2 മാർക്കിന് കണക്കിലെടുക്കില്ല. അത് ഒരു നിങ്ങൾക്ക് അതിലൊരു 25% മാർക്ക് ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ് ആകെയുള്ള മാനദണ്ഡം. ആ രീതിയിൽ ആ പരീക്ഷ കഴിഞ്ഞാൽ ആ പരീക്ഷയോട് അടുപ്പിച്ച് തന്നെയാണ് ബാക്കി 7 പേപ്പറുകളും 2 ആഴ്ചകളിലായി, 2 വാരാന്ത്യങ്ങളിലായി, വെള്ളി, ശനി, ഞായർ, അടുത്ത ശനി, ഞായർ, ഇങ്ങനെയാണ് 10 ദിവസം കൊണ്ട് തീരുന്ന ഒരു പരീക്ഷയുടെ സ്ട്രക്ചറാണ്. 3 മണിക്കൂർ വീതമുള്ള 9 പേപ്പറുകൾ. ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഡിഗ്രി തലത്തിലോ അതിനു മുന്നേ തന്നെ തുടങ്ങുന്ന എത്രയോ പേരുണ്ട്. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് സിവിൽ സർവീസ് എന്ന ലക്ഷ്യമേ ഇല്ലാതെ പിന്നീടുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്ന് സിവിൽ സർവീസിലേക്ക് എത്തിച്ചേരുന്നവരുണ്ട്. എല്ലാവരും ഒരുമിച്ച് മത്സരിക്കുകയാണ്. 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറി പ്രായത്തിലുള്ളവരും
മിനിമം പ്രായം എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിലുള്ളവർക്കും 21 വയസ്സ് തന്നെയാണ്. അപ്പോൾ 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറി, 35 വയസ്സ് വരെ OBCക്ക് എഴുതാം, 38 വയസ്സ് വരെ SC ST വിഭാഗങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഈ പ്രായത്തിനിടയിൽ കിടക്കുന്നവരുടെ ഒരു മത്സര ഓട്ടമാണ് ഈ പരീക്ഷ. അതിൽ മുന്നിലെത്തുക എന്നുള്ളത് ഈ 1750 മാർക്കിൽ നമുക്ക് എത്രത്തോളം നേടാൻ പറ്റുമെന്നതിനെ ആശ്രയിച്ച് തന്നെയാണ്. ഏറ്റവും അവസാനത്തെ ഘട്ടമായിട്ടുള്ള ഇൻ്റർവ്യൂ, അതായത് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് ഒക്ടോബർ മാസത്തിൽ തീരുന്ന ഈ പരീക്ഷയിൽ നിന്ന് 15,000-ഓളം പേർ എഴുതുകയാണെങ്കിൽ അതിൽ നിന്നൊരു 3,000-ഓളം പേരെ മാത്രം ഇൻ്റർവ്യൂവിന് വിളിക്കുക. അങ്ങനെ ഇൻ്റർവ്യൂവിന് എത്തുന്ന, പേഴ്സണാലിറ്റി ടെസ്റ്റിന് എത്തുന്ന 3,000 പേരിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ച സാങ്കല്പികമായി നമ്മളെടുത്ത 1000 വേക്കൻസി, സാധാരണഗതിയിൽ 800 മുതൽ 1200 വരെയാണ് ഓരോ വർഷവും IAS-ഉം IPS-ഉം IFS-ഉം IRS-ഉം IAAS-ഉം IIS-ഉം ഇന്ത്യൻ റെയിൽവേയുടെ വ്യത്യസ്തങ്ങളായ സർവീസ്, പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്, അങ്ങനെ വ്യത്യസ്തങ്ങളായ സർവീസിൽ 800 മുതൽ 1200 വരെയാണ് സാധാരണഗതിയിൽ വേക്കൻസി ഉണ്ടാവുക. അപ്പോൾ 3000-ഓളം പേരെ മുഖാമുഖ പരീക്ഷയ്ക്ക് വേണ്ടി ഡൽഹിയിലേക്ക് വിളിപ്പിക്കും. നിങ്ങളുടെ പ്രിലിമിനറി സെൻറ്റർ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി ഒട്ടനവധി സെൻറ്ററുകൾ ഉണ്ടാവും. കേരളത്തിൽ തന്നെ 3 സെൻറ്ററുകളുണ്ട്, കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്തും. മെയിൻസ് പരീക്ഷയ്ക്ക് അതാത് സംസ്ഥാനങ്ങളിൽ ഒരു സെൻറ്റർ, വലിയ സംസ്ഥാനങ്ങളാണെങ്കിൽ 2 സെൻറ്ററുകളോ ചിലപ്പോൾ 3 സെൻറ്ററുകളോ വരെ ഉണ്ടാവും. കേരളത്തിൽ അത് തിരുവനന്തപുരത്ത് മാത്രമാണ്. ഏറ്റവും അവസാനത്തെ ഘട്ടമായ പേഴ്സണാലിറ്റി ടെസ്റ്റിന് നമ്മൾ പറന്ന് ഡൽഹിയിലെത്തണം. കേരള സർക്കാർ നിങ്ങളുടെ താമസ യാത്രാ ചിലവുകളെല്ലാം വഹിക്കും എന്നുള്ളതാണ് അവസാനഘട്ട പരീക്ഷയിലേക്ക് എത്തുമ്പോഴുള്ള, ഒരുപക്ഷെ സർക്കാർ തന്നെ നിങ്ങളെ അഭിമാന താരകങ്ങളായി കാണും. കാരണം നാളെ സർക്കാരിനെ സേവിക്കേണ്ട ഏറ്റവും മിടുക്കരായവർ നിങ്ങളിൽ ഒരാളായിരിക്കും എന്നുള്ളതുകൊണ്ട് കേരള സർക്കാരിൻ്റെ സിവിൽ സർവീസ് പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ട് അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് പിന്തുണ ലഭിക്കും. ഡൽഹിയിൽ നടക്കുന്ന മുഖാമുഖ പരീക്ഷ UPSCയുടെ ഇൻ്റർവ്യൂ ബോർഡും നിങ്ങളും തമ്മിൽ നടക്കുന്ന സംവാദമല്ല, പകരം നിങ്ങളെ കൂടുതൽ അടുത്തറിയാൻ അവർ തരുന്ന ഒരു അവസരമായിട്ട് അതിനെ കണ്ടു കഴിഞ്ഞാൽ അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന 5 പേരുടെ ഒരു ഇൻ്റർവ്യൂ പാനലിൻ്റെ മുമ്പിൽ ഇരുന്ന് നമ്മളെ തന്നെ അവർ ചോദിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ നടത്തുന്ന ആത്മാർത്ഥമായ ചില ഉത്തരങ്ങളിലൂടെ 275 മാർക്കിൻ്റെ കണക്കെടുപ്പും കൂടി നടക്കും. അങ്ങനെ 1750-ഉം 275-ഉം ചേർത്ത് 2025 മാർക്കിന് നിങ്ങളുടെ ടോട്ടൽ മാർക്കിൽ എത്ര മാർക്ക് എന്നുള്ള അടിസ്ഥാനത്തിൽ മാത്രമാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അതായത് ആദ്യഘട്ടത്തിലെ പ്രിലിമിനറി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ കിട്ടിയ മാർക്ക് ഒരു മാനദണ്ഡമേ അല്ല, അതൊരു ക്വാളിഫയിങ് എന്നുള്ള രീതിയിൽ മെയിൻസ് എഴുതേണ്ടവരെ കണ്ടെത്തുന്നതിന് വേണ്ടി, ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രം നടക്കുന്ന ഒരു പരീക്ഷയാണ്. ഇങ്ങനെയാണ് എല്ലാ വർഷവും പരീക്ഷ നടക്കുന്നത്. ഈ വർഷത്തെ പരീക്ഷയുടെ നടത്തിപ്പ് അടുത്ത ഒക്ടോബറിലാണ്, അതായത് 2021 ഒക്ടോബറിലാണ്. കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയുടെ ഇൻ്റർവ്യൂ കോവിഡ് കാരണം വൈകിയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ അവസാനത്തോടു കൂടി ആ പരീക്ഷ അവസാനിക്കുകയും ഇൻ്റർവ്യൂ പരീക്ഷ അവസാനിക്കുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആരാണ് ഇത്തവണത്തെ സിവിൽ സർവീസിൽ ഇടം പിടിക്കുന്നത് എന്നുള്ള റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. സാധാരണഗതിയിൽ ഒരു വർഷത്തെ റിസൾട്ട് കഴിഞ്ഞ ഉടനെ ആണ് പ്രിലിമിനറി പരീക്ഷ നടക്കുക. പ്രിലിമിനറി പരീക്ഷയിൽ നിന്ന് അടുത്ത വർഷത്തേക്കുള്ള പരീക്ഷയുടെ ഘട്ടം ആരംഭിക്കുന്നു. ഒരുപക്ഷെ കിട്ടാതെ പോകുന്ന ഓരോരുത്തരും തൊട്ടടുത്ത പ്രിലിംസ് പരീക്ഷയ്ക്ക് വീണ്ടും തയ്യാറെടുക്കുന്നു. അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് എത്തുന്നവർ തന്നെ ഉറപ്പില്ലാത്തവരാണ് ഓരോ മത്സരാർത്ഥി. 3000 പേരിൽ ഒരാൾ പോലും ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം ഞാൻ നിർബന്ധമായും, എനിക്ക് തീർച്ചയായും നിശ്ചയമായും ഇത്തവണ തന്നെ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിന്മേൽ ഇരുന്ന ഒരു ചരിത്രം ഈ പരീക്ഷയ്ക്കില്ല. തൊട്ടടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ഈ റിസൾട്ട് വരുന്ന ഏതെങ്കിലും ഒരാൾ 1ാം റാങ്കും 2ാം റാങ്കും ഒക്കെ കരസ്ഥമാക്കുന്നത്. അപ്പോൾ അത്രയും നമ്മുടേതായിട്ടുള്ള ഭാഗത്തു നിന്നുള്ള കമ്മിറ്റ്മെൻറ്റ് ആവശ്യപ്പെടുന്ന ഒരു പരീക്ഷയ്ക്കാണ് നിങ്ങൾ തയ്യാറെടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഡിഗ്രി കാലയളവിൽ തന്നെ നിങ്ങൾ അതിനുവേണ്ടി ശ്രമം തുടങ്ങുന്നു എന്നുള്ളത് വലിയ ഉത്സാഹം തരുന്നൊരു വാർത്തയാണ്. ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും ഈ രാജ്യത്തെ സേവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിത്തീരും എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു, ആശംസകൾ നേരുന്നു. നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ-ഫായിസിൻ ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ യൂണിയൻ ഇനാഗുറേഷൻ ഇവിടെ കഴിഞ്ഞു. ഏറെ പ്രഗത്ഭരായ ആളുകളുടെ സാന്നിധ്യത്തിൽ തന്നെ നമുക്ക് പരിപാടികളൊക്കെ നടത്താൻ സാധിച്ചു. ഇനി ദീർഘമായൊന്നും സംസാരിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ പരിപാടിയിൽ
ഭക്തിനിർഭരമായ പ്രാർത്ഥന കൊണ്ട് തുടക്കം കുറിച്ച ഹംസ ഉസ്താദിനും അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ച ഇബ്രാഹിം ഫൈസി ഉസ്താദിനും ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ ഷിബിലി പാടിവയൽ, അതുപോലെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച സയ്യിദ് അബ്ബാസലി ശിഹാബ് തങ്ങൾ, അതുപോലെ ഈ പരിപാടിയിൽ നമ്മോട് സംവദിച്ച അബ്ദുൽ ഖാദിർ അൽ-യമനി, ഡോക്ടർ റഫീഖ് സാർ, കൂടാതെ നമ്മുടെ ഏറെ പ്രതീക്ഷയോടെ തുടക്കം കുറിച്ച സിവിൽ സർവീസ് കോച്ചിങ്ങിൻ്റെ ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ സരിൻ IAAS തുടങ്ങിയ എല്ലാ ആളുകൾക്കും, അതുപോലെ ഈ പരിപാടിയിൽ ആദ്യ അവസാനം വരെ പങ്കെടുത്ത ഉസ്താദുമാർക്കും ഇതുവരെ വീക്ഷിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്കും സിയാസിയുടെ പേരിൽ ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷാനുമതിയോടുകൂടെ ഈ പരിപാടി 3 സലാത്തോടുകൂടി അവസാനിപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.